നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഫുട്ബോൾ മത്സരങ്ങളുടെ ലൈവ് സ്ട്രീമിംഗിൽ പുതിയ ഫീഡ് അവതരിപ്പിക്കാൻ ഒരുങ്ങി ആമസോൺ. കായികാഭിരുചിയുള്ള യുവതലമുറയെ കൂടുതൽ ആകർഷിക്കുന്നതിനായിട്ടാണ് ഈ നീക്കം. ഓഗ്മെന്റഡ് റിയാലിറ്റി, ഡാറ്റ ഗ്രാഫിക്സും തത്സമയ വിശകലനങ്ങളും ഇതിലുണ്ടാവും. കളിക്കാരുടെ പേരുകൾ, ഓട്ടത്തിന്റെ വേഗത, ചാട്ടത്തിന്റെ ഉയരം തുടങ്ങിയ വിവരങ്ങൾ ലൈവ് വീഡിയോ സ്ട്രീമിംഗിൽ തന്നെ കാണിക്കുന്ന ഓട്ടോമേറ്റഡ് ഗ്രാഫിക്സും ഈ ഫീഡിന്റെ പ്രത്യേകതയാണ്. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്ന ഷോട്ടുകളിൽ പന്തിന്റെ വേഗതയും ഗോൾ സാധ്യതയും കാണിക്കുന്ന പോപ്പപ്പുകൾ അപ്പോൾ തന്നെ സ്ക്രീനിൽ തെളിയുന്നതാണ്. കളിക്കാരുടെ കാലിനടിയിൽ പന്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാസ് നൽകുവാൻ തയ്യാറാണെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന വൃത്തങ്ങളും കാണിക്കും. കൂടാതെ അടുത്ത ഗോൾ നേടുവാൻ സാധ്യതയുള്ള ടീമിനെ കാണിക്കുന്ന മൊമെന്റം ബാർ, കളിക്കാർ നിലയുറപ്പിച്ച സ്ഥലം വ്യക്തമാക്കുന്ന ടാക്ടിക്കൽ മാപ്പ് എന്നിവയും ആമസോൺ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ കളി കൂടുതൽ ആകർഷകമാകുമെന്നും ഫുട്ബോൾ ആരാധകരെ കൂടുതൽ സമയം കളിയുമായി ബന്ധിപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു പ്രക്ഷേപണ രീതി പരീക്ഷിക്കുവാനും വിലയിരുത്തുവാനുമാണ് പ്രൈം വിഷൻ ശ്രമിക്കുന്നത്. ആരാധകരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വരുന്ന വർഷങ്ങളിൽ കൂടുതൽ ഫീച്ചറുകൾ ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്നും പ്രൈം സ്പോർട്ടിന്റെ അന്താരാഷ്ട്ര വിഭാഗം മാനേജിംഗ് ഡയറക്ടറായ അലക്സ് ഗ്രീൻ പറഞ്ഞു. കാണികൾക്ക് ഇഷ്ടാനുസരണം മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഗ്രാഫിക്സ്, ഡാറ്റ ഓപ്ഷനുകൾ തുടങ്ങിയവ ഭാവിയിൽ അവതരിപ്പിക്കുക എന്നതാണ് ആമസോണിന്റെ ദീർഘകാല ലക്ഷ്യം. 2022 അമേരിക്കയിൽ നടന്ന നാഷണൽ ഫുട്ബോൾ ലീഗ് NFL കവറേജിന്റെ ഭാഗമായാണ് പ്രൈം വിഷൻ ആദ്യമായി പുറത്തിറക്കിയത്. പരമ്പരാഗത കേബിൾ സേവനങ്ങളിലൂടെ NFL കാണുന്നവരെക്കാൾ ശരാശരി 7 വയസ്സ് കുറഞ്ഞവരാണ് പ്രൈം വിഷനിലൂടെ കളി കാണുന്നതെന്ന് ആമസോൺ പറയുന്നു. പുതിയ രീതിയിലുള്ള തത്സമയ കായിക പ്രക്ഷേപണങ്ങളെ പരീക്ഷിക്കുന്നതിൽ NFL മുൻപന്തിയിലാണ്. കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ബോൾ ചാമ്പ്യൻഷിപ്പ് കുട്ടികളുടെ ചാനലായ നിക്കലോഡിയനിൽ സംപ്രേഷണം ചെയ്തിരുന്നു. സ്പോഞ്ച് ബോബ് സ്ക്വയർ പാൻസ്, പാട്രിക് സ്റ്റാർഫിഷ് തുടങ്ങിയ കാർട്ടൂൺ കഥാപാത്രങ്ങളെ കമന്റേറ്റർമാരായും ടച്ച് ഡൗണിന് ശേഷം ഗ്രീൻ സ്ലൈം തെറിക്കുന്ന തരത്തിലുള്ള ഓഗ്മെന്റഡ് റിയാലിറ്റി ദൃശ്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. യുവതലമുറയ്ക്ക് കായിക മത്സരങ്ങളോടുള്ള താല്പര്യം കുറയുന്നുവെന്ന ആശങ്ക കാരണം പല ബ്രോഡ്കാസ്റ്റർമാരും പുതിയ രീതികൾ പരീക്ഷിച്ചു വരുന്നുണ്ട്. 2023 യൂഗോവ് റിപ്പോർട്ട് അനുസരിച്ച് 18-നും 24-നും ഇടയിൽ പ്രായമുള്ള ആഗോള കായിക പ്രേമികളിൽ 31% പേർ മാത്രമാണ് ലൈവ് മത്സരങ്ങൾ കാണുന്നത്. മത്സരങ്ങളുടെ ഹൈലൈറ്റ് കാണുവാനും സമൂഹ മാധ്യമങ്ങളിൽ താരങ്ങളെ പിന്തുടരുവാനും വീഡിയോ ഗെയിമുകളിലൂടെ അവരുടെ ഇഷ്ട കായിക വിനോദങ്ങൾ ഏർപ്പെടാനുമാണ് ചെറുപ്പക്കാർ കൂടുതൽ താല്പര്യപ്പെടുന്നത്. ഈ വർഷം NFL ടെക്നോളജി കമ്പനിയായ ജീനിയസ് സ്പോർട്ട്, ഇലക്ട്രോണിക് ആർട്സ് എന്നിവ ചേർന്ന് കാണികൾക്ക് വേണ്ടി വീഡിയോ ഗെയിം പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മത്സരത്തിന്റെ ലൈവ് ഫീഡും ഉണ്ടായിരുന്നു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.